കേരളത്തിലെ അമച്വർ നാടകരംഗത്ത് സജീവ സാന്നിധ്യമായ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സ്ഥാപക ചെയർമാൻ ആത്രപ്പുള്ളി നാരായണന്റെ ഒന്നാം ചരമദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കനലോർമ്മകളുടെ പെരുമഴക്കാലം എന്ന പേരിൽ ഗുരുവായൂരിലായിരുന്നു അനുസ്മരണ ചടങ്ങ്. ഫ്രീഡം ഹാളിൽ നാരായണൻ വിട പറഞ്ഞ ജൂലൈ 16 രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കിയായിരുന്നു അനുസ്മരണ ദിനം ആചരിച്ചത്. നാരായണൻ ആത്രപ്പുള്ളി മെമ്മോറിയൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ പ്രശസ്ത സിനിമാ എഡിറ്റർ വേണുഗോപാൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകനും ഡോക്യുമെന്ററി പ്രവർത്തകനുമായ മണിലാൽ മുഖ്യാതിഥിയായിരുന്നു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷത വഹിച്ചു. കാണി ഫിലിം സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് മോഹനകൃഷ്ണൻ സംസാരിച്ചു. NTV ജനറൽ സെക്രട്ടറി പ്രദീപ് നാരായണൻ സ്വാഗതവും വൈസ് ചെയർമാൻ സുനിൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഹൈക്കു ഷോർട്ട് ഫിലിം രംഗത്ത് ക്രിയാത്മകമായി പ്രവർത്തിച്ചുവരുന്ന പാലക്കാട് ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പിനെ വേദിയിൽ ആദരിച്ചു. തുടർന്ന് ഇൻസൈറ്റ് നിർമ്മിച്ച ഹൈക്കു സിനിമകളുടെ പ്രദർശനം നടത്തി. ഹ്രസ്വ ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ നിഖിൽ പ്രഭ സംവിധാനം ചെയ്ത് ചലച്ചിത്ര സംവിധായകൻ പ്രകാശ് കുഞ്ഞൻ മുഖ്യവേഷത്തിലെത്തിയ ഒരു വണ്ടി എന്ന ചിത്രം പ്രദർശിപ്പിച്ചു. ചെമ്പകം, മൂക്കൻ ചാത്തൻ എന്നീ ഹ്രസ്വ സിനിമകളുടെ പ്രദർശനത്തിനുശേഷം സംവിധായകരായ സമീർ ഉസ്മാനെയും സൈലേഷ് ശ്രീധരനെയും ആദരിച്ചു. ഇങ്ങനൊരു ബോർഡ് വെച്ചോണ്ടല്ലേ ഞങ്ങൾക്ക് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് ഞങ്ങളെ കാണാനും കുറച്ചു നേരം സംസാരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായത്. ബോർഡ് വെച്ചതിന് ശേഷം ഫോണിന് ഒരു ഒഴിവുണ്ടായിട്ടില്ല. എത്ര ആളുകളെ വിളിച്ചിരുന്നു, ഏതെല്ലാം സ്ഥലത്തുനിന്ന് വിളിച്ചിരുന്നറിയോ. അതന്നെ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ. ഞങ്ങൾക്ക് അതുകൊണ്ട് എത്ര നേരം പോയിന്നറിയോ. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിന്റെ സഹോദരൻ GS അജിത്ത് മുഖ്യവേഷത്തിൽ വന്ന മൈ ഡിയർ ബ്രോ, കൊറോണ കാലത്തെ മനുഷ്യരുടെ സംഘർഷങ്ങളെ ഉൾക്കൊള്ളിച്ച് ബിനീഷ് താമരയൂർ സംവിധാനം ചെയ്ത അനന്തരം ഗിരീശൻ, പക്കർ എളവള്ളി സംവിധാനം ചെയ്ത ട്രാൻസ്ജെൻഡർ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായ ഇവരും നമ്മളിലൊരാൾ, കെമിക്കൽ ലഹരി വ്യാപനത്തിനെതിരെ റാഫി നീലങ്കാവിൽ സംവിധാനം ചെയ്ത ന്റെ മോന എന്ന ചിത്രങ്ങളും പ്രദർശിപ്പിച്ചതിനൊപ്പം ഹ്രസ്വ ചിത്രങ്ങളുടെ അണിയറ ശില്പികളുമായുള്ള പ്രേക്ഷകരുടെ മുഖാമുഖവും നടന്നു. നാടക സംഘാടനം, പ്രശ്നങ്ങൾ, പ്രതിസന്ധി, പരിഹാരം എന്ന വിഷയത്തെ അധികരിച്ച് പ്രശസ്ത സിനിമാ നാടക നടൻ മീനരാജ് രാഘവൻ പള്ളുരുത്തി മോഡറേറ്ററായി ചർച്ച സംഘടിപ്പിച്ചു. നാടകപ്രവർത്തകരായ ഷാജി നിഴൽ, അശോക് ആചാരി, അൻസാർ അബ്ബാസ്, സുരേന്ദ്രൻ തില്ലാന, ഗോപിനാഥ് പാലഞ്ചേരി, ആവണി സന്തോഷ്, ദേശാഭിമാനി ദിനപത്രം സീനിയർ സബ് എഡിറ്റർ K ഗിരീഷ്, CCTV മാനേജിംഗ് ഡയറക്ടർ ജോൺസൺ തരകൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ആത്രപ്പുള്ളി നാരായണന്റെ ഒന്നാം ചരമദിനാചരണത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. മത്തായിയുടെ മരണം എന്ന നാടകത്തിന്റെ അവതരണവും ഉണ്ടായി. അനുസ്മരണ പൊതുസമ്മേളനം ഗുരുവായൂർ മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ഉന്നത വിജയം കരസ്ഥമാക്കിയ അശ്വന, മുക്ത, കൃഷ്ണാഞ്ജലി എന്നീ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. ആത്രപ്പുള്ളി നാരായണൻ സ്മാരക NTV ഹരിതശ്രേഷ്ഠ പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകനായ രാജേഷ് അടയ്ക്കാപുത്തൂരിന് KV അബ്ദുൽ ഖാദർ സമ്മാനിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കെല്ലാം പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മയായ അടയ്ക്കപുത്തൂർ സംസ്കൃതി ഓർമ്മമരം വിതരണം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ നമ്പീശൻപടിയിൽ നിന്നും ആരംഭിക്കുന്ന തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള റോഡിന് ആത്രപ്പുള്ളി നാരായണൻ റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്ന് ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി പ്രമേയം വഴി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച നിവേദനം മുഖ്യാതിഥിയായ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ വേദിയിൽ വെച്ച് സ്വീകരിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീധരൻ മാക്കാലിക്കൽ, M ഗിരീഷ്, കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം രാജൻ തറയിൽ, എടക്കളത്തൂർ ദേശാഭിമാനി വായനശാല സെക്രട്ടറി ഷാജു, സാംസ്കാരിക പ്രവർത്തകനായ ദിലീപ് കളരിപ്പറമ്പ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഓഗസ്റ്റ് 17 മുതൽ 26 വരെ അന്നകര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥം നടത്തുന്ന നാടകോത്സവത്തിന്റെ ഡെലിഗേറ്റ് പാസ് മുൻ MLA KV അബ്ദുൽ ഖാദർ NTV പ്രവർത്തകർക്ക് നൽകി. എപ്പോഴും ക്രിയാത്മകമായിരിക്കാൻ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘത്തെ പ്രേരിപ്പിച്ചിട്ടുള്ള ചെയർമാന്റെ ഓർമ്മദിനത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഗാനമായ മഞ്ഞണിപ്പൂ നിലാവ് NTV സംഘാംഗമായ മേരി ജേക്കബ് പാടിക്കൊണ്ടായിരുന്നു. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് എള്ളെണ്ണ മണം വീശും എന്നൂടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാര എള്ളെണ്ണ
മണം വീശും എന്നൂടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ ധനുമാസം പൂക്കൈത. തുടർന്ന് IT ജോസഫ് സ്മാരക നാടകവേദി അവതരിപ്പിച്ച മത്തായിയുടെ മരണം എന്ന നാടകത്തിന്റെ 570-ാം അവതരണവും നടന്നു. നമ്മുടെ ആകാശത്തിനും ഭൂമിക്കുമൊക്കെ എന്നാ ചേരാടാ. ആയ കാലത്ത് കള്ളുമുണ്ടും കയ്യുള്ള ബന്ധത്തിലിട്ടുകൊണ്ട് നടന്ന ഞാൻ കോട്ടും സൂട്ടും. നാടിന്റെ പുരോഗതിക്ക് സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് വിശ്വസിച്ച നാരായണൻ ആത്രപ്പുള്ളിയുടെ ചരമദിനാചരണത്തെ അർത്ഥവത്താക്കുന്ന രീതിയിലായിരുന്നു NTV അനുസ്മരണ ചടങ്ങ് ഒരുക്കിയത്.